നമസ്കാരം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പൊന്നിൻ ചിങ്ങം പിറന്നു. മലയാളികൾക്ക് ന്യൂസ് 18 കേരളത്തിന്റെ പുതുവത്സരാശംസകൾ. ഇന്ന് കർഷക ദിനം. ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. കോടതി വിധിക്ക് ശേഷം തീരുമാനമെന്ന് സർക്കാർ. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്ന നടി രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വയനാട്ടിലെ തെരച്ചിൽ എത്ര നാൾ തുടരും? മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേരും. ദുരിതബാധിതരെ വാടക വീടുകളിലേക്ക് ഉടൻ മാറ്റിത്തുടങ്ങും. അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന തുടരുന്നതിൽ അനിശ്ചിതത്വം. ഗംഗാവലിയിൽ വീണ്ടും ഒഴുക്കുകൂടി. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ടയിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി മുള്ളരിങ്ങാട് മലവെള്ളപ്പാച്ചിലിൽ വൈദികന്റെ കാർ ഒഴുക്കിൽപ്പെട്ടു. യുവ ഡോക്ടറിന്റെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ആളിപ്പടരുന്നു. സമരം തുടരുമെന്ന് ആർജികർ ആശുപത്രിയിലെ ഡോക്ടർമാർ. IMAയുടെ രാജ്യവ്യാപക സമരം ഇന്ന്. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേർ അറസ്റ്റിൽ. മമത രാജിവെക്കണമെന്ന് ആവർത്തിച്ചു BJP. പാകിസ്ഥാനിൽ എംപോക്സ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തും ജാഗ്രത. ആഫ്രിക്കൻ മേഖലയിൽ ഇതുവരെ മരിച്ചത് 517 പേർ. രാജ്യാന്തര യാത്രകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ലോകാരോഗ്യ സംഘടന. തെരഞ്ഞെടുപ്പിനൊരുങ്ങി കശ്മീരും ഹരിയാനയും. തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. കശ്മീരിൽ പോലീസിലും സിവിൽ സർവീസിലും വൻ അഴിച്ചുപണി. വിമർശനവുമായി PDP. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് ഒമർ അബ്ദുള്ള. വിരമിക്കൽ തീരുമാനം വിനേഷ് ഫോഗട്ട് പിൻവലിക്കുമോ? പരോക്ഷ സൂചന നൽകി തുറന്ന കത്തുമായി വിനേഷ്. താരം ഇന്ന് ജന്മനാട്ടിൽ. ഡൽഹിയിലും ഹരിയാനയിലും സ്വീകരണം. വയനാട്ടിലെ ദുരന്തത്തിന്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്ന് മലയാളികൾ ഇപ്പോഴും മോചിതരായിട്ടില്ല. അതിനിടയിലാണ് പുതിയ മലയാള പിറവി, പുതിയൊരു വർഷത്തിൻ്റെ പിറവി ഉള്ളത്. ഇന്ന് കർഷക ദിനം കൂടിയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർക്ക് വേണ്ടിയുള്ള പ്രത്യേക സെമിനാറുകൾ ഉൾപ്പെടെ ഇന്ന് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂജകളുണ്ട്. ചിങ്ങപ്പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതര സംസ്ഥാന തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് കനത്ത മഴയിലും അയ്യപ്പ ദർശനത്തിന് എത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശി, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങം അത്ര വലിയ സന്തോഷത്തിൻ്റെ ഒന്നല്ല. അതിന് കാരണം വയനാടിലെ ദുരന്തമാണ്. എങ്കിലും ചിങ്ങം എന്നത് എപ്പോഴും പ്രതീക്ഷയുടെ തുടക്കം കൂടിയാണ്. ഇന്നിപ്പോൾ ശബരിമല നട തുറക്കുമ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്.
അവിടെ മഴ തുടരുന്ന പശ്ചാത്തലമുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷെ, ചിങ്ങപ്പുലരിയിൽ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് 5-നാണ് ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്നത്. നട തുറന്ന സമയം മുതൽ ഇപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മലയാളികളടക്കം മറ്റ് ഇതര സംസ്ഥാന മലയാളികൾ ഉൾപ്പെടെ ഇതര സംസ്ഥാന തീർത്ഥാടകരും ഇപ്പോൾ സന്നിധാനത്തുണ്ട്. കാരണം ചിങ്ങമാസം എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രതീക്ഷയുടെ ഒരു ദിനമാണ്. ആ ദിവസം തന്നെ അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി മലയിറങ്ങുക എന്ന് പറയുന്നത് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് പ്രധാനമായും ഇത്തരത്തിൽ ദർശനത്തിന്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. കനത്ത മഴയിലും ഇന്നലെ രാത്രിയിൽ സന്നിധാനത്ത് വലിയ മഴയാണ് അനുഭവപ്പെട്ടത്. ആ കനത്ത മഴയിലും ഭക്തർ അയ്യനെ കാണുന്നതിനായി മല ചവിട്ടുന്നത് വലിയ മഴയത്ത് പോലും മല ചവിട്ടിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും രാവിലെയും പുലർച്ചെ നട തുറന്നപ്പോൾ 5 മണിക്ക് നട തുറന്നപ്പോൾ തന്നെ ഈ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. മഴയ്ക്ക് നേരിയ ശമനം ഇപ്പോൾ ഉണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, തന്ത്രി കുടുംബത്തിലെ ഒരു മാറ്റം കൂടിയാണ് ഈ ചിങ്ങമാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. ചിങ്ങമാസ പൂജകൾക്കായി കണ്ഠരര് രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തനാണ് ഇന്ന് ഈ ചടങ്ങുകൾക്കെല്ലാം കാർമ്മികത്വം വഹിക്കുന്നത്. ഒരു വർഷത്തേക്ക് ഇനിയും ബ്രഹ്മദത്തിന്റെ കാർമ്മികത്തിലായിരിക്കും ശബരിമല ചടങ്ങുകൾ നടക്കും. മണ്ഡല പൂജ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലായിരിക്കും. എന്തായാലും ബ്രഹ്മദത്തിനോടൊപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജീവരും സന്നിധാനത്തുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാനും അതുപോലെ പൂജകർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ രാജീവ് കണ്ഠരരും എത്തിയിട്ടുള്ളത്. രണ്ടുപേരും സന്നിധാനത്തുണ്ട്. എന്തായാലും വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു താന്ത്രിക കുടുംബത്തിലെ ഒരു മാറ്റം കൂടി ഈ ചിങ്ങമാസ പൂജയിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ശബരിമലയിൽ ഇപ്പോൾ ഉള്ളത്. ശബരിമല, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രാവിലെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മലയാളികളുടെ പുതുവർഷ പുലരി ദിനം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. രാവിലെ പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മഴ ഉണ്ടായിരുന്നു. ശബരിമല ഉൾപ്പെടുന്ന പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള തീർത്ഥാടകർ വലിയ തോതിൽ ശബരിമലയിലേക്ക് ഇന്ന് എത്തിയിരുന്നു. പുതുവർഷ പുലരി എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാർഷിക ദിനം കൂടിയാണ്. ആ കാർഷിക ദിനത്തിൽ നമുക്ക് ഒരു കുട്ടി കർഷകനെ പരിചയപ്പെടാം. കോട്ടപ്പടി BCLP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കുട്ടി കർഷകൻ. ശംഖുപുഷ്പം കൃഷി ചെയ്ത് മികവ് തെളിയിച്ചിരിക്കുകയാണ് ഈ കുട്ടി കർഷകൻ. ഇത് മുഹമ്മദ് സ്വാലിഹ്, വയസ്സ് 9, കോട്ടപ്പടി BCLP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്വാലിഹ് ഒരു കുട്ടി കർഷകനാണ്. ശംഖുപുഷ്പം കൃഷിയിലാണ് മികവ്. ശംഖുപുഷ്പം ടീ ബാഗ് നിർമ്മിച്ച് വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടി കർഷകന് താങ്ങായി എല്ലാവിധ പ്രോത്സാഹനങ്ങളുമായി ഉമ്മയും ബാപ്പയും ഒപ്പമുണ്ട്. 100 വിത്തുകൾ വീടിന് സമീപത്ത് പാകിയാണ് ശംഖുപുഷ്പം കൃഷിക്ക് സ്വാലിഹ് തുടക്കമിട്ടത്. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കൂടെ ഒരു യാത്ര പോകാനിടയായി. അപ്പോൾ ഒരു ഫാമിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഉപ്പാട് പോകുന്ന വഴിക്ക് ഉപ്പ ഒരു ശംഖുപുഷ്പത്തിൻ്റെ തൈ വാങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ അന്ന് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് പിറ്റേ രാവിലെ ആകുമ്പോഴത്തേനും ഒരു തൈ വാങ്ങിയാണ്. അത് ഞാൻ ഒരെണ്ണം കുഴിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് വിത്തുകളാക്കിയ ഇപ്പോൾ കുറേ 100ഓളം തൈകളുണ്ട്. ജില്ലയിലെ മികച്ച കുട്ടി കർഷകനായി സ്വാലിഹ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് സംസ്ഥാനതല കുട്ടി കർഷകനാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അംഗീകാരം ലഭിക്കാത്തതിൽ പരിഭവവുമുണ്ട്. ഞങ്ങള് വീട്ടിൽ വരുന്നവർക്കാണ് ആദ്യം കൊടുത്തിരുന്നത്. അപ്പോൾ കുറേ അധികം ആയപ്പോൾ എനിക്ക് തോന്നിയൊരു ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാമെന്ന് തോന്നി. നീല എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിലേക്ക് ഇപ്പം എത്തി. ന്യൂസ് 18 ഗുരുവായൂർ. കുഞ്ചുവിൻ്റെ കൃഷിയിടത്തിൽ ഇല്ലാത്ത പച്ചക്കറികൾ ഇല്ല. മുൻ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കുഞ്ചുവും ഭാര്യ ലീലയും സർവീസ് ജീവിതത്തിന് ശേഷമാണ് മട്ടുപ്പാവ് കൃഷിയിൽ സജീവമായത്. ഇരുവർക്കും ഇത് വിളവെടുപ്പിൻ്റെ കാലം കൂടിയാണ്. ഇഞ്ചി, കൈപ്പക്ക, ചീര, വഴുതനങ്ങ, വിവിധയിനം പച്ചമുളകുകൾ, ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഇവരുടെ വീട്. മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, പരീക്ഷിക്കാത്തതൊന്നുമില്ല. ഇവിടെ വിളയുന്ന പച്ചക്കറികൾ ആദ്യം ഗുരുവായൂരപ്പന് സമർപ്പിക്കും. അതിനുശേഷം മാത്രം സ്വന്തം ഉപയോഗത്തിനെടുക്കും. ബാക്കിയുള്ളത് സുഹൃത്തുക്കൾക്കും നൽകും. പണത്തിനല്ല, സ്നേഹോപഹാരമായി. 2015, 2018, 2023 മികച്ച കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 18-ാം വാർഡിലെ അവാർഡ് നേടിയ കർഷകനാണ് ഞാൻ.
വളരെ കാലങ്ങളായിട്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രവൃത്തിയാണ് കൃഷിപ്പണി എന്നുള്ളത്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ആദ്യം എന്ത് വിളഞ്ഞാലും ഒന്ന് ഗുരുവായൂരപ്പന് കൊടുത്തിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അതാണ് എൻ്റെ ഗുരുവായൂരപ്പൻ തന്നതാണ് ഈ ഭൂമി മുഴുവനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഇവിടെ നിലനിൽപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെതാണ്. ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. 3 തവണ ഗുരുവായൂർ നഗരസഭയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ നല്ലൊരു കർഷകൻ കൂടിയാണ് ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായി വിരമിച്ച കുഞ്ചു. കർഷകരുടെ സ്വന്തം ചിങ്ങം 1-ന് ടീച്ചറും കുഞ്ചുവും വളരെ സന്തോഷത്തിലാണ്. സർവീസ് ജീവിതത്തിന് ശേഷം ഈ കൃഷിയാണ് ഇവരുടെ ആനന്ദം. ന്യൂസ് 18 ഗുരുവായൂർ. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താരംഭമാണ് എങ്കിൽ പോലും ഇന്ന് ചിങ്ങം 1 ആയതുകൊണ്ട് തന്നെ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. കോട്ടയത്തെ ഒരാളിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പലരും. ദിവസങ്ങൾ ആണ് പലർക്കും കാത്തിരിക്കേണ്ടി വരുന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ളവരും ഈ കോട്ടയംകാരനെ തിരക്കുന്നുണ്ട്. ഇതൊരു ഓണം വരെയുണ്ടോ? സെപ്റ്റംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കിന് തീരാനാണ് സാധ്യത. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഒക്ടോബർ നവംബർ മാസത്തിൽ വെള്ളം വറ്റിക്കും. വെള്ളം വറ്റിച്ചിട്ട് ട്രാക്ടർ അടിക്കും. ഈ സാധനം ഇരുമ്പ് മുട്ടിക്കഴിഞ്ഞാൽ അലുത്ത് പോവും. അലുത്ത് കിടക്കുകയുള്ളു. ഇപ്പം നമ്മൾ ഈ പൂ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഒരു പൂവിൻ്റെ ആയുസ്സെന്ന് പറഞ്ഞാൽ 12 ദിവസമാണ്. ആ 12 ദിവസത്തിനുള്ളിൽ ഇത് വിടരും, കൂമ്പും. പിന്നെ രാത്രി 9 മണിയാകും വിടരാൻ തുടങ്ങും. പൂർണ്ണമായിട്ടും വിടരുന്നത് രാവിലെ സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നതിന് മുമ്പ് പകലിൻ്റെ വെളിച്ചം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സെപ്റ്റംബർ മാസം എന്തായാലും ഇപ്പോൾ 2 മാസമായി തുടങ്ങിയിട്ട്. സെപ്റ്റംബർ വരെ ഉണ്ട്. ആളുകൾക്ക് വരാം. സെപ്റ്റംബർ വരെ വരാം. അപ്പോൾ അനിലേട്ടൻ ഒരു സുരക്ഷിതമായ യാത്രയാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മളും അങ്ങനെ സുരക്ഷിതമായ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെപ്റ്റംബർ വരെ സമയമുണ്ട്. ആർക്ക് വേണേൽ വരാം. കോട്ടയം നഗരത്തിന് തൊട്ടടുത്താണ്. ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന സ്ഥലം തന്നെയാണ്. കൊല്ലാടാണ് ഇതുള്ളത്. എന്തായാലും കോട്ടയത്ത് നിന്ന് ഉള്ള ഈ മനോഹര കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18. ആമ്പൽപ്പാടവും അനിലേട്ടനുമൊക്കെ മലയാളികളുടെ അഭിമാനമാണ്. ആ കാഴ്ചകൾ ഇനിയും തുടരട്ടെ. ഈ ചിങ്ങം 1-നെങ്കിലും ഇനിയും കാർഷിക മേഖലയിലേക്കും മറ്റ് പ്രവൃത്തികളിലേക്കുമൊക്കെ കൂടുതൽ ആളുകൾ കടന്നു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ യുവ ഡോക്ടറിൻ്റെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ആളിപ്പടരുന്നു. സമരം തുടരുമെന്ന് ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. IMA-യുടെ രാജ്യവ്യാപക സമരം ഇന്ന് നടക്കുകയാണ്. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവർത്തിക്കുകയാണ് BJP. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐഷുത്തുൽ ഷംനയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷംന, ഏതാണ്ട് ഒരാഴ്ചയായി ഈ സംഭവം നടന്നിട്ട് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തു വന്നിട്ടില്ല. അത് കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. CBI അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാർ വലിയ പ്രതിഷേധത്തിലാണ്, പ്രത്യേകിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാർ. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, തീർച്ചയായും രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധം കൂടിയാണിത്. കാരണം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധം നടക്കുന്നത്. OP വിഭാഗങ്ങൾ അടക്കം പ്രവർത്തിക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ ഏറെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധമാണിത്. എമർജൻസി വിഭാഗം, അതുപോലെ ലേബർ റൂം, വാർഡുകൾ, ഇത് മാത്രമായിരിക്കും ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുക. ഈ OP വിഭാഗം ഉണ്ടായിരിക്കില്ല. നേരത്തെ
നേരത്തെ നിശ്ചയിച്ച മുൻകൂട്ടി തീയതികൾ കൊടുത്ത ഓപ്പറേഷനുകൾ സർജറികൾ മാറ്റിവെക്കും. അങ്ങനെയെല്ലാം ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മുതൽ നാളെ രാവിലെ 6 വരെ ആയിരിക്കും പ്രതിഷേധമുണ്ടാവുക. രാജ്യമൊന്നാകെ, സംസ്ഥാനത്ത് ഉൾപ്പെടെ രാജ്യമൊന്നാകെ ഈ പ്രതിഷേധം നടക്കും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി അത് സംബന്ധിച്ച സൂചനകളെല്ലാം പുറത്തുവിട്ടിരുന്നു. അതിൽ തന്നെ ക്രൂരമായ ബലാത്സംഗത്തിനാണ് ഡോക്ടർ ഇരയായതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബലാത്സംഗത്തിൽ ഒന്നിലധികം പ്രതികളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. കാരണം ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ സ്രവം 15 ഗ്രാമിലധികം സ്രവമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പുരുഷന്റെ മാത്രമല്ല, ഒന്നിലധികം പുരുഷന്മാരുണ്ട്. ഒരു കൂട്ട ബലാത്സംഗത്തിനാണ് യുവ ഡോക്ടർ ഇരയായതെന്ന് കൂടി സൂചിപ്പിക്കുന്നതായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഡോക്ടറുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ അതിക്രൂരമായ ഒരു ബലാത്സംഗത്തിനാണ് ഡോക്ടർ ഇരയായതെന്ന് മനസ്സിലാകും. ഒപ്പം തന്നെ കഴുത്തൊടിഞ്ഞിരുന്നു. കണ്ണിലെ ഗ്ലാസ് പൊട്ടി അതിൻ്റെ ചില്ലുകൾ കണ്ണിലേക്ക് തറച്ചുപോയ നിലയിലായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിലടക്കം വലിയ ക്ഷതം സംഭവിച്ച് രക്തസ്രാവം ഉണ്ടായിരുന്നു. വളരെ ക്രൂരമായ ഒരു ബലാത്സംഗത്തിന് ഇരയായ ആ ഒരു സംഭവം രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം ഡോക്ടേഴ്സ് നടത്തുന്നത്. ഒപ്പം നഴ്സ് വിഭാഗത്തിൻ്റെ കൂടി ഒരു പിന്തുണയുണ്ട് ഈ പ്രതിഷേധത്തിന്. എന്തായാലും നാളെ രാവിലെ വരെയും ഈ OP വിഭാഗങ്ങളടക്കം പ്രവർത്തിക്കാതെയുള്ള ഒരു സമരം തന്നെയായിരിക്കും, ഒരു ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും നടക്കുക. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ കാർ ഹോസ്പിറ്റലിൽ RJ കാർ ഹോസ്പിറ്റലിൽ അവിടെ പ്രതിഷേധം നടത്തിയവർക്കും പോലീസിനും നേരെ അടക്കം അക്രമമുണ്ടായി. അതിൽ 30 പേരെ അടക്കം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സംഭവമുണ്ടായിരുന്നു. പ്രതിഷേധിച്ചവരെ, ഇതിനെതിരെ പ്രതിഷേധിച്ചവരുടെ സമരപ്പന്തലടക്കം പൊളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോയി. ഇപ്പോഴും മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മറുവശത്ത് BJPയോട് സമരം നടക്കുന്നുണ്ട്. എന്തായാലും ഈ കൊൽക്കത്തയിലും രാജ്യവ്യാപകമായി ഒന്നാകെ ഈ ഡോക്ടേഴ്സിൻ്റെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. ഈ വരും ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച വിവരങ്ങൾ കൂടുതലായി പുറത്തു വരുന്നതോടുകൂടി ഈ കേസിൻ്റെ ഗതി തന്നെ മാറുമെന്നാണ് വിചാരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അറസ്റ്റിലായ സഞ്ജയ് റായ്ക്ക് പുറമെ ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ CBI കാര്യമായി അന്വേഷിക്കുന്നത് ഈ പ്രിൻസിപ്പൽ അടക്കം ഈ ഹോസ്പിറ്റലിൽ ഉള്ളവരും അധികൃതർക്കാർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് കാര്യമായിരിക്കും CBI ആദ്യം അന്വേഷിക്കുക. അതിനുശേഷം ആയിരിക്കും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കമുള്ള മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുക. എന്തായാലും രാജ്യവ്യാപക ാണ് പ്രതിഷേധമുണ്ടാകുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തരം രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം നടക്കുന്നത്. മുമ്പ് സംസ്ഥാനത്ത് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം സംസ്ഥാനത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായെങ്കിൽ പോലും രാജ്യവ്യാപകമായി ഏറെ കാലത്തിന് ശേഷം തന്നെയാണ് ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ OP വിഭാഗങ്ങളടക്കം പ്രവർത്തിക്കില്ല എന്നത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു ആക്കം കൂട്ടുന്നതും. ഈ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സർജറികൾ ഉൾപ്പെടെ മാറ്റിവെക്കുന്നു. എന്തായാലും ഈ യുവ ഡോക്ടർക്ക് നീതി കിട്ടണം. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരണം. ഈ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായ ഈ ഡോക്ടർക്ക് എന്തായാലും നീതി കിട്ടണം എന്നൊരാവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ സുരക്ഷിതമായി കഴിയേണ്ട ഒരു സാഹചര്യം, ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു സൊസൈറ്റി, ഒരു സമൂഹം, അത് തന്നെയാണ് വേണ്ടത്. അക്കാര്യങ്ങൾ തന്നെയാണ് ഈ സമരരംഗത്തുള്ളവർ മുന്നോട്ട് വെക്കുന്നതും. ഒപ്പം ഈ രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കുമ്പോൾ വരും ദിവസങ്ങൾ ഓരോ തവണ ഡോക്ടേഴ്സിന് നേരെയുള്ള അതിക്രമങ്ങളും ക്രൂരതകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസ്ഥ വളരെ ദയനീയമായി അത്തരം രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. കാരണം അതിക്രൂരമായാണ് ആ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ രാജ്യം ഒന്നാകെ ഞെട്ടിയതാണ്. കഴുത്തുകൾ ഒടിഞ്ഞ അവസ്ഥയിൽ സ്വകാര്യ ഭാഗങ്ങളിലടക്കം വലിയ ക്ഷതം സംഭവിച്ച രീതിയിൽ രക്തസ്രാവം, അങ്ങനെയുള്ള കണ്ണട പൊട്ടി അതിൻ്റെ ഗ്ലാസ് കണ്ണിലേക്ക് തറച്ചു വീഴുന്ന ഒരവസ്ഥയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ബലാത്സംഗം നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരു ഡോക്ടർ, അതിലുപരി ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നതോർത്ത് രാജ്യം ഒന്നാകെ ഞെട്ടിയതാണ്. എന്തായാലും ഈ ഡോക്ടേഴ്സിൻ്റെ ഈ രാജ്യവ്യാപക പ്രതിഷേധത്തിന് അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന തരത്തിൽ തന്നെയാണ് സമൂഹവും അതിനെ നോക്കിക്കാണുന്നത്. കാരണം ആ ഒരു കൊലപാതകത്തെ അത്ര നിസ്സാരമായി ഒരിക്കലും
സമൂഹം കാണുന്നില്ല, അല്ലെങ്കിൽ ആ സംഭവത്തെ അതത്ര ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ അങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിനെതിരെ മറ്റൊരു തരത്തിലുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്, അല്ലെങ്കിൽ അതിന് ഈ പ്രതിഷേധത്തിനെതിരായ മറ്റൊരു അഭിപ്രായം വരാത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നാളെ രാവിലെ 6 വരെ ആയിരിക്കും ഈ പ്രതിഷേധം ഉണ്ടാവുക. നിലവിൽ എമർജൻസി വിഭാഗങ്ങൾ, വാർഡുകൾ, അതുപോലെ അത് മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുകയുള്ളൂ. ലേബർ റൂം മാത്രമാണ് പ്രവർത്തിക്കുകയുള്ളൂ. മറ്റുള്ള OP വിഭാഗങ്ങൾ, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സർജറി, അതെല്ലാം പ്രവർത്തിക്കില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ തന്നെ സംസ്ഥാനത്തടക്കം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ന്യൂയോർക്കിൽ, ലണ്ടനിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അപ്പോൾ രാജ്യമല്ല, ലോകമൊന്നാകെ തന്നെ ഇതിന് പിന്തുണ അറിയിച്ച് രംഗത്തുണ്ട്. അത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നതും. അഭിലാഷ്, തീർച്ചയായും കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കർശനമായ മാർഗരേഖകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി എന്നതുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കാരണം സർക്കാർ ആശുപത്രികളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ആശുപത്രി മേധാവി പ്രഥമ വിവര റിപ്പോർട്ട് FIR തയ്യാറാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് കേരളത്തിലടക്കം ബാധകമാകുന്ന ഒന്നാണ്. അതായത് സർക്കാർ ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട FIR തയ്യാറാക്കേണ്ട സാഹചര്യമാണുള്ളത്. അതിനായി ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം എന്നുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡോക്ടർമാരുടെ സേവനം സംബന്ധിച്ച് ഒട്ടേറെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉയരുമ്പോൾ പോലും അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ബലാത്സംഗ കൊലയ്ക്ക് PG ഡോക്ടർ ഇരയായത്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് ഡോക്ടർമാർ അടക്കം 3 പേർ ആണ് തയ്യാറാക്കിയത്. റീനാദാസ്, മോളി ബാനർജി, അപൂർവ വിശ്വാസ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവരെ CBI കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ കൊൽക്കത്ത ഹൈക്കോടതിയിലായിരിക്കും സമർപ്പിക്കുക എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. പക്ഷേ ഷബ്ന സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഡോക്ടറുടെ കഴുത്ത് ഒടിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊല ചെയ്യപ്പെട്ടത് എപ്പോഴാണ്, ബലാത്സംഗത്തിന് ശേഷമാണോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെ അടിയന്തരമായി തന്നെ ആ ചുമതലകളിൽ നിന്നൊക്കെ മാറ്റുകയും ചെയ്തിരുന്നു. സന്ദീപ് ഘോഷ് എന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലിൻ്റെ പേര്. അദ്ദേഹം രാജിവെച്ചൊരു സാഹചര്യമുണ്ട്. പക്ഷേ CBI വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ സന്ദീപ് ഘോഷ് CBIയുടെ കസ്റ്റഡിയിൽ എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം മെഡിക്കൽ സൂപ്രണ്ടായിരുന്ന സഞ്ജയ് വസിഷ്ഠിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി സഞ്ജയ് വസിഷ്ഠിനെ ഉൾപ്പെടെ CBI വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം ഈ നെഞ്ചുരോഗ വിഭാഗത്തിലെ ഡോക്ടർ ആയിരുന്നു. അവിടെ 3-ാം നിലയിലെ സെമിനാർ ഹാളിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് രാത്രി 3 മണിക്കും, രാത്രിയല്ല അതിന് പുലർച്ചെ എന്നാണ് പറയാൻ സാധിക്കുക, പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഡോക്ടർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരം ഒക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നെഞ്ചുരോഗ വിദഗ്ധൻ മേധാവി കൂടിയായ അരുൺ ദത്ത ചൗധരിയെയും CBI ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം എടുത്തു സൂചിപ്പിക്കേണ്ടത്, മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP അതിശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. ഇത് രാഷ്ട്രീയമായ ഒരു ആയുധം കൂടിയായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഹർത്താലിന് ആഹ്വാനം നൽകിയിരുന്നു. CB ആനന്ദബോസ് മലയാളിയാണ് അവിടുത്തെ ഗവർണർ ഇന്നലെ ആർജിക്കർ ആശുപത്രിയിൽ എത്തുകയും സമരക്കാരുമായി നേരിട്ട് സംഭാഷണം നടത്തുകയും രാജ്യം അവരോടൊപ്പമുണ്ട് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ മമതാ ബാനർജി CBI നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. എത്രയും പെട്ടെന്ന് CBI അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഈ കുറ്റവാളിക്ക്, അതായത് ഘാതകർക്ക് കൊലക്കയർ ഉറപ്പാക്കണം എന്നുമാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത്. അങ്ങനെ രാഷ്ട്രീയമായി വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് കൂടി കടക്കുകയാണ് യുവ ഡോക്ടറിൻ്റെ ബലാത്സംഗ കൊല. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ കേരളത്തിൽ ഡോക്ടർമാർ പ്രതിഷേധിച്ചിരുന്നു. ഇന്നും ഡോക്ടർമാരുടെ സമരമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപക സംഘടന ഉൾപ്പെടെ KGM-CTA ഉൾപ്പെടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രാവിലെ 6 മണിക്ക് തന്നെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ 6 മണി വരെയാണ് ഈ സമരം. പ്രത്യേകിച്ച് ആശുപത്രിയിൽ പോകാൻ തയ്യാറായിരിക്കുന്നവർ ഉൾപ്പെടെ ഇത് ശ്രദ്ധിക്കുക. അവശ്യ സർവീസുകൾ ഒഴികെ OP ഉൾപ്പെടെ
മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഡോക്ടർമാർ വിട്ടുനിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. കേരളത്തിൽ വന്ദനാദാസിൻ്റെ മരണം നമുക്ക് ഓർമ്മയുണ്ട്. അന്നു മുതൽ കേരളത്തിലും ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം നമ്മുടെ ഡോക്ടർമാർ ഉന്നയിക്കുന്നതാണ്. എന്തൊക്കെ പരാതികളും പരിഭവങ്ങളും ഡോക്ടർമാർക്കെതിരെ ഉണ്ടെങ്കിൽ പോലും ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുകയോ അവർക്ക് നേരെ അക്രമം നടത്തുകയോ ചെയ്യുന്നതൊന്നും അംഗീകരിക്കാനാവുന്ന ഒന്നല്ല. അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ മോശം അനുഭവങ്ങൾ സംബന്ധിച്ച പഠനം നടത്തിയിരുന്നത് ഹേമ കമ്മീഷൻ ആയിരുന്നു. ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുമോ എന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിച്ചതാണ്. ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ ഇത് പുറത്തുവിടുന്നില്ല എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്ത് എന്നറിയാൻ പൊതുസമൂഹത്തിനടക്കം ആകാംക്ഷയുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അത് എന്ത് എന്ന് ഇനിയും അറിയാൻ വൈകും. കോടതി അന്തിമമായൊരു തീരുമാനമെടുക്കണം. പ്രത്യേകിച്ച് നടി രഞ്ജിനി ഈ ഉള്ളടക്കം പുറത്തുവിടരുത്, അത് പരസ്യപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. കോടതി പക്ഷേ എന്തിനിത് മറച്ചു വെക്കണമെന്ന ചോദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ ആ ഹർജിക്ക് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അഭിലാഷ്, ഒരു സിനിമ പോലെ സസ്പെൻസുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നമുക്കറിയാം, ഇത് തുടക്കത്തിൽ വൈകുന്നേരം 3 മണിക്ക് പുറത്തുവിടുമെന്ന് കമ്മീഷൻ സർക്കാർ അറിയിക്കുന്നു. അതിന് മണിക്കൂറുകൾ മുൻപ് സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇത് റിപ്പോർട്ട് പുറത്തുവിടരുത്, തങ്ങളുടെ അടക്കം ഈ ചില സ്വകാര്യത ഹനിക്കുന്ന ചില കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്, അതുകൊണ്ട് ഇത് പുറത്തുവിടരുതെന്ന് തുടക്കത്തിൽ പറയുന്നു. പിന്നീട് ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ആദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറയുന്നു. വിശദമായ വാദങ്ങൾക്ക് ശേഷം ഈ ഹർജി തള്ളി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകരടക്കം, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 5 മാധ്യമപ്രവർത്തകരടക്കം ഇത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷനെ അടക്കം സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ 11 മണിക്ക് അവരോട് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വീണ്ടും ഒരു ട്വിസ്റ്റ് എന്നവണ്ണം വീണ്ടും പറയുന്നുണ്ട്, ആക്ട്രസ് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇതിലെ തൻ്റെ മൊഴിയടക്കം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ഏത് വിധത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ചില വ്യക്തികളെയൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള മൊഴികളാണ് താൻ അടക്കമുള്ള നടികൾ നൽകിയത്. അത് തങ്ങൾക്ക് അറിയണം, എന്താണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് തങ്ങൾക്ക് അറിയണം. അതിനുശേഷം മാത്രം പുറത്തുവിട്ടാൽ മതി എന്നുള്ളൊരു വാദം രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിലൊന്നും ഹർജിക്കാരി അല്ലാത്തതിനാൽ പിന്നീട് തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന വിധത്തിൽ ഹർജി മാറ്റിവെക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് നടി രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുക. എങ്കിൽ പോലും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തുവിടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ 11 മണിക്ക് വിടുമെന്ന് പറഞ്ഞുവെങ്കിലും അല്പസമയത്തിന് മുമ്പാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല. കാരണം ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ഹർജിയുണ്ട്. അതിലൊരു അന്തിമമായിട്ടുള്ള വിധി വന്നതിന് ശേഷം മാത്രം പുറത്തുവിടാം എന്നുള്ള കാര്യം വീണ്ടും സർക്കാരിൽ നിന്നും വ്യക്തമാക്കുന്നു. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സിനിമ പോലെ സസ്പെൻസുകൾ നിറഞ്ഞു തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും 4.5 വർഷങ്ങൾക്ക് ശേഷവും ഈ പുറം ലോകം കാണാതെ ഇരിക്കുമ്പോൾ അത് ഒരു ആരോപണം, ഈ ചില വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്കപ്പുറം മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനം, അത് സാമ്പത്തികമായിക്കോട്ടെ, ശമ്പളത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഇടങ്ങളിലായിക്കോട്ടെ, അങ്ങനെ ഉണ്ടാകുന്ന വിവേചനങ്ങൾ, അതിൽ ഏതൊക്കെ വിധത്തിൽ അതിൽ നിന്നൊക്കെ എങ്ങനെ മറികടക്കാം, സുരക്ഷിതമായി സിനിമയിൽ എങ്ങനെ സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് പുറത്തുവിടാത്ത സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹർജിയും ഒക്കെ വരുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. മറ്റൊന്ന്, ആരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പേടിക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം പല അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ വലിയ ആശ്ചര്യപ്പെടുത്തുന്ന, അതായത് വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പല നടികളും പറഞ്ഞിരിക്കുന്നത്. അത് വാട്സപ്പ് ചാറ്റുകളായും വാട്സപ്പ് ഓഡിയോകളായും മറ്റു വിധത്തിലുള്ള തെളിവുകൾ അടക്കമാണ് ഈ കമ്മിറ്റിക്ക് മുന്നിൽ
റിപ്പോർട്ട് ഈ തെളിവുകൾ അടക്കം സമർപ്പിച്ചുകൊണ്ടുള്ള മൊഴിയാണ് പല നടികളും നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ഈ റിപ്പോർട്ടിനെ ഭയക്കുന്നത്? മലയാള സിനിമയിൽ ആർക്കാണ് ഈ ഒരു റിപ്പോർട്ടിനെ ഭയം? എന്തുകൊണ്ടാണ് അടിക്കടി ഇങ്ങനെ ഹർജികൾ പോകുന്നതെന്ന് അടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. എങ്കിൽ പോലും വിവരാവകാശ കമ്മീഷൻ പറയുന്നുണ്ട് ചില സ്വകാര്യത മാനിച്ചുകൊണ്ട് അതിലെ ചില പേജുകൾ പബ്ലിഷ് ചെയ്യരുത്, അത് മറച്ചുകൊണ്ട് ബാക്കിയുള്ള റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തേക്ക് വിടാവൂ എന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് തന്നെ സർക്കാർ ആ വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 299 പേജുള്ള ഈ റിപ്പോർട്ടിൽ ചിലരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉള്ളതിനാൽ 233 പേജാക്കിയാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ 81 മുതൽ 100 വരെയുള്ള പേജുകൾ ഒഴിവാക്കി 161നും 191നും ഇടയിലുള്ള ചില പാരഗ്രാഫുകൾ ഒഴിവാക്കി 96ലെ ഒരു പ്രധാനപ്പെട്ട കണ്ണികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട്, അതായത് ഈ മലയാള സിനിമയിലെ ചില വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഒപ്പം ചില നടിമാർ പേരുകൾ അടക്കം പറഞ്ഞുകൊണ്ടുള്ള ചില ആരോപണങ്ങളും മൊഴികളും ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അതിലും ചില ആശങ്കകൾ ചില നടന്മാർക്കോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രവർത്തിക്കുന്നവർക്കോ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് പല വിവരങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതിയുടെ തീരുമാനം? നമുക്കറിയാം ജനങ്ങളുടെ ഒക്കെ നികുതി പണം കൊണ്ട് തന്നെയാണ് ഏകദേശം 1.5 കോടി ചിലവാക്കിയാണ് ഈ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് സർക്കാരിന് ആ ഒരു വിധത്തിൽ നീതി പുലർത്താൻ സാധിക്കാത്തത്? ആരെ പേടിച്ചാണ് സർക്കാർ വീണ്ടും ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് 4.5 വർഷം കഴിഞ്ഞിട്ടും പുറത്തുവിടാതെ ഇരിക്കുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിലൊരു അന്തിമ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ തൊഴിൽ ഇടങ്ങളിൽ സിനിമാ മേഖലയിലടക്കം സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച്, അവരുടെ പ്രതിസന്ധികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് മാസങ്ങളായി ചുവന്ന നാടിയിൽ കുരുങ്ങി തന്നെ നിൽക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്താൻ എന്താണ് തടസ്സം, ആരാണ് തടസ്സം നിൽക്കുന്നത്? എന്തായാലും റിപ്പോർട്ട് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അതേസമയം മലയാളികൾ ഇപ്പോഴും ഉറ്റുനോക്കുന്നത് വയനാട്ടിലെ തെരച്ചിലിൽ ഇനിയും ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ പറ്റുമോ, ഷിരൂരിൽ അർജുനെ കണ്ടെത്താനാകുമോ എന്നതാണ്. ആ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒരാഴ്ചയ്ക്കകം ദൗത്യം പുനരാരംഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി അർജുന്റെ ബന്ധു ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഷിരൂരിൽ ഇപ്പോൾ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഏതായാലും 30 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ പ്രധാനമായും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമാണ്, ഒപ്പം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. 22-ാം തീയതി ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുണ്ട്. എന്നാൽ കുടുംബം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ? ഡ്രഡ്ജർ എത്തിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിന്റെ ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കളക്ടർ പറഞ്ഞ പോലെ 4 ദിവസമെങ്കിലും എടുക്കുമെന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളുമായിട്ട് അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും 21-ാം തീയതി രാത്രി ശ്രീ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് അവർ ഇവിടെ എത്തിച്ചേരും എന്ന ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നോടും ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ എത്താൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം.
എന്തായാലും കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ള നേവി ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ തെരച്ചിൽ നടത്തി നമുക്ക് ലോറിയുടെ ചില വസ്തുക്കളൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പുഴയുടെ നീരൊഴുക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലവുമാണ്. അത് നമുക്ക് ഏതായാലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്, അല്ലേ? അതെ, അത് നമുക്ക് ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. അവർക്ക് വിസിബിലിറ്റി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിന്റെ വ്യാപ്തി കൂടിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും തെളിച്ചത്തിന് കുറവുണ്ടായിരുന്നു. അതൊരു സാഹചര്യം തന്നെയാണ്, നമ്മളത് ഉൾക്കൊള്ളുന്നു. എന്നിരുന്നാൽ കൂടിയും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ ഇത് എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരം നമ്മൾ ഒന്നുകൂടി ഇവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ തുടരാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ കുടുംബം വലിയ തോതിൽ പ്രതിഷേധിക്കുമൊക്കെ എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം വീണ്ടും തെരച്ചിൽ തുടങ്ങിയത്. ഇനി അഥവാ 22-ാം തീയതി തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാർഗങ്ങളിലേക്കായിരിക്കും തന്നെ കുടുംബം പോലല്ലേ? അല്ല, നമ്മൾ അതിലെന്താ കാലതാമസം ഇനിയും വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂട ഭാഗത്തു നിന്നൊരു സഹകരണം നമുക്കുണ്ട്. അർജുനു വേണ്ടി മാത്രമല്ല, മറ്റ് ജീവനും ഈ ഡ്രഡ്ജർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവരെ കണ്ടെത്താൻ മാത്രവുമല്ല. കാരണം ഈ പുഴയെ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് കൂടിയിട്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണമെങ്കിൽ മനുഷ്യസഹജമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഈ മെഷീൻ എത്തിക്കുക എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഇത് എത്തിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഈ പുഴ ഗതി മാറി ഒഴുകുകയും അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതാണ് ജിതിൻ പറയുന്നത്. ഈ പുഴയുടെ അവസ്ഥ സാധാരണ നിലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം അർജുനെ കൂടാതെ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്, ജഗന്നാഥും ലോകേഷും. ഇവരെയും കണ്ടെത്തേണ്ടതുണ്ട്. എന്നാലും നമ്മോടൊപ്പം RC ഓണറും അതുപോലെ തന്നെ മനാഫിന്റെ സഹോദരനുമായ ലോറിയുടെ RC ഓണറും മനാഫിന്റെ സഹോദരനും കൂടെ മുബീൻ കൂടി ചേരുകയാണ്. മുബീൻ, ആ തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് മുബീനുമുള്ളത്. നല്ലൊരു പ്രതീക്ഷയാണ്. ഈ ഡഡ്ജർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ കഴിയുമെന്ന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ആ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം AK അഷ്റഫ് അത്രയും നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. ആ ദിവസം വരെ നമ്മൾ ഇവിടെ തുടരാൻ തന്നെയാണ് തീരുമാനം. അതെ, ഞങ്ങൾ 22-ാം തീയതി വരെ ഇവിടെ തുടരും എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ദിവസങ്ങളിലും തുടരും. നമുക്ക് ചില വസ്തുക്കൾ, കയറ് ഉൾപ്പെടെയുള്ള ചില വസ്തുക്കൾ കിട്ടി. അതുകൊണ്ട് തന്നെ ലോറിക്ക് അരികിലേക്ക് ഡ്രഡ്ജർ എത്തിയാൽ ആ ലോറി കണ്ടെത്താൻ കഴിയും. അതിന് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മൾ. അതെ, അർജുൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ആ കയറാണ് ഞങ്ങളെ ഇനിയുള്ള ഒരു മെയിൻ പ്രതീക്ഷയ്ക്കുള്ള വക. അതായത് ആ കയറിന്റെ അറ്റം വാഹനത്തിലേക്കായിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത്. അതിന്റെ പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ കയറിന്റെ മറുഭാഗം വാഹനത്തിലായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും അതാണ് ഈ കയറ് കണ്ടെത്തിയ സാഹചര്യത്തിൽ, ഒപ്പം ലോറിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ ലോറി വളരെ അരികിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ ആ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കുടുംബവും വിശ്വസിക്കുന്നത്. നമുക്കിപ്പോൾ ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കടി ഉണ്ടായ സ്ഥലമാണ്. അവിടെയൊക്കെ ഒന്നും അവശേഷിക്കുന്നില്ല. അതിന് തൊട്ട് താഴെയായി ഈ ഗംഗാവലി പുഴ വലിയ തോതിൽ കലക്ക് വെള്ളമായി ഇപ്പോൾ ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ചിത്രമല്ല ഗംഗാവലി പുഴ. ഒഴുക്കും നേരിയ തോതിലുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടെ ശക്തമായി പെയ്ത മഴയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതായാലും ആ മൺകൂനകളൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ സമീപത്തായി മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം റഡാർ പരിശോധനയിൽ കൂടി കണ്ടെത്തിയ ആ സ്ഥലം, ഇവിടെയാണ് ലോറി ഉള്ളത്. പക്ഷേ ആ ലോറിക്ക് തൊട്ട് മുകളിലായി വലിയൊരു ആൽമരമുണ്ട്. ഒപ്പം വലിയ പാറക്കൂട്ടങ്ങളും അത്തരത്തിൽ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യം ഉണ്ട്. അത് നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ഗോവയിൽ നിന്നും ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത്. ഡ്രഡ്ജർ വരുന്നതോടുകൂടി ആ മൺകൂനുകൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി ഈ പുഴയെ സാധാരണ ഗതിയിലേക്ക് ആക്കേണ്ടത് കൂടിയുണ്ട്. എന്തായാലും ആ കർണാടക സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കും എന്ന വിശ്വാസം തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അടുത്ത ആഴ്ചയോടുകൂടി പുനരാരംഭിക്കും. കുടുംബം ഇവിടെ തന്നെ തങ്ങും. 3 പേരെ കണ്ടെത്താനുണ്ട്. അവരെ 3 പേരെയും കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ശിരൂരിൽ നിന്നും ക്യാമറമാൻ സുമേഷ് ബുറാഴയ്ക്കൊപ്പം KV ബൈജു, News 18.
ഷിരൂരിലെ തെരച്ചിൽ സംബന്ധിച്ച റിപ്പോർട്ട് ബൈജു പങ്കുവയ്ക്കുമ്പോൾ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ് വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. നിലമ്പൂർ വനമേഖലയിൽ ആണ് ഇന്ന് അതേസമയം പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത്. പരപ്പൻപാറ, മീൻപുട്ടി ഭാഗങ്ങളിൽ കൂടുതൽ സംഘങ്ങൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രധാനമായും നിലമ്പൂർ വനമേഖലയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മീൻമുട്ടി, പരപ്പൻപാറ ഭാഗങ്ങളിലുമാണ് തിരച്ചിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയത് ഈ ഭാഗങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആ ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ തെരച്ചിൽ സംഘത്തിൻ്റെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ അവിടെയാണ് തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള പോലുള്ള ഒരു ഊർജിതമായ തെരച്ചിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഈ ചൂരൽമലയും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും കാര്യമായ തെരച്ചിൽ നടക്കുന്നില്ല. പക്ഷേ എങ്കിലും JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 128 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഒപ്പം തന്നെ പക്ഷേ അതിൽ കൂടുതൽ ഔദ്യോഗിക കണക്കനുസരിച്ച് മാത്രമാണ് ഇത് 128 പേർ. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ കാണാതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകളും ഒപ്പം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ഈ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള കണക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ 30-ാം തീയതി ഉണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ നമുക്കറിയാം വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾക്കുള്ള പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം ഇവരെ അവിടെ തന്നെ ടൗൺഷിപ്പ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ തന്നെ റിഹാബിലിറ്റേറ്റ് ചെയ്യണോ, പുനരധിവസിപ്പിക്കണോ, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റണോ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളാണ്. പ്രധാനമായും അതിൽ മറ്റു ഭാഗങ്ങളിലേക്ക് ഇവരെ, അതായത് ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ യോഗ്യമായ ഒരു സ്ഥലമല്ല എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിലുണ്ട്. കാരണം സെസ്സിൻ്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അതുതന്നെയാണ്. 2010 ഉൾപ്പെടെ സെസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇത് ജനവാസ മേഖലയല്ല, ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശം എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുകയും അവിടെ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും സർക്കാർ അത്തരത്തിലുള്ള ചർച്ചകളാണ് പോവുക. ഒപ്പം തന്നെ കേന്ദ്ര സംഘം വരും ദിവസങ്ങളിൽ കേന്ദ്ര സംഘം എത്തും എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായൊരു കണക്ക് കേന്ദ്രത്തിന് കൈമാറാൻ കഴിഞ്ഞാൽ കേന്ദ്രം ഒരു സമഗ്ര പാക്കേജ് ഇതിൽ ഉൾപ്പെടുത്തി ഒരു സഹായം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി സംസ്ഥാന സർക്കാരിനുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കും ഉൾപ്പെടെ ഫണ്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 1250 കോടിയോളം രൂപയുടെ 1250 കോടി രൂപയുടെ നാശനഷ്ടം എന്നുള്ള കണക്കാണ്. ഇത് ഏകദേശ കണക്കാണ്. ഇപ്പോഴും റവന്യൂ വകുപ്പും അതുപോലെ തന്നെ മറ്റുള്ള വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. കാരണം ഒരു വീടുകളിൽ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വീടുകളിൽ എത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ നഷ്ടപ്പെട്ട മറ്റ് സാധനം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. വീടും സ്ഥലവും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ, കുടുംബത്തോടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് എത്ര നഷ്ടമുണ്ടായി എന്ന് കണക്കാക്കാനൊന്നും കഴിയില്ല. കാരണം അവർക്ക് അവരുടെ മറ്റാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം അവർക്ക് കൃത്യമായി അത് എടുക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തതിൻ്റെ കണക്ക് കാര്യമായി എടുക്കുന്നില്ല. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെ എന്തുണ്ടായിരുന്നു, എത്ര വാഹനം ഉണ്ടായിരുന്നു, എത്ര ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ കണക്ക് എന്തായാലും എടുക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു കണക്ക് എന്തായാലും. ഒപ്പം തന്നെ ഇതിൽ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉരുൾപൊട്ടലിന്റെ കാരണമാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാർ എന്തായാലും ഒരു സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഉരുൾപൊട്ടലിന്റെ ഒരു ശാസ്ത്രീയമായ പഠനം ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ചാണെങ്കിൽ ഒരാഴ്ച പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു എന്നുള്ളതാണ് ഉരുൾപൊട്ടലിന് കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. പ്രധാനമായും നമ്മുടെ ഭൗമശാസ്ത്ര വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെ. ഒപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ണിനെ ഈ ഒരു സോയിൽ ക്രീപ്പിംഗ് അല്ലെങ്കിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിന് കാരണമാവുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ മണ്ണിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പരിശോധന എന്തായാലും നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ അടുത്ത ഇപ്പോൾ ഈ ആളുകളെ, അതായത് ഇവിടെ ആളുകളെ പുനരധിവസിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ളതും നഷ്ടപരിഹാരം മറ്റു കാര്യങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത്. മറ്റുള്ള ശാസ്ത്രീയ പരിശോധന അതിന്റെ മുറയ്ക്ക് തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനം. എന്തായാലും തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരും. കാരണം 128 ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നമുക്കറിയാം നിരവധി ആളുകളെ തിരിച്ചറിയാൻ കഴിയാതെ, DNA കൂടെ പോലും തിരിച്ചറിയാൻ കഴിയാതെ ശരീരാവശിഷ്ടങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ തിരിച്ചറിഞ്ഞവരെയും സംസ്കരിച്ചിട്ടുണ്ട്. ഈ 128 ആളുകളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ചാലിയാറിന്റെ തീരം, ചാലിയാർ പുഴയുടെ തീരത്തും അതുപോലെ തന്നെ നിലമ്പൂർ വനാന്തരം കൂടി ചേർന്നുള്ള പ്രദേശത്തും പരപ്പൻപാറയിലും അതുപോലെ തന്നെ മീൻമുട്ടി ഭാഗങ്ങളിലും കൂടുതൽ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയ സ്ഥലം കൂടിയാണത്.
അതേസമയം സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ആണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ഇന്നും അറിയിച്ചിട്ടുള്ളത്. ഇടുക്കി മുള്ളരിങ്ങാട് മലവെള്ളപ്പാച്ചിലിൽ വൈദികന്റെ കാർ ഒഴുക്കിൽപ്പെട്ടു. മുള്ളരിങ്ങാട് ലൂർദ് മാതാ പള്ളി വികാരി ജേക്കബ് വട്ടപ്പള്ളിയുടെ കാർ ആണ് ഒഴുകിപ്പോയത്. വൈദികനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. ഒരാളെ കാണാതായി. 5 തെങ്ങ് സ്വദേശി ബെനഡിക്റ്റിനെയാണ് കാണാതായത്. 4 പേർ പോയ വള്ളം ആണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരയിൽ വള്ളം തലകീഴായി മറിയുകയായിരുന്നു. 2 പേരെ മറീൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. മറ്റൊരു വള്ളത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇവർ. കാണാതായ ആളിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മഴക്കാലമാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ എല്ലാം വ്യാപകമാണ്. അതേസമയം ഈ മഴക്കാലത്ത് മാലിന്യ നിർമ്മാർജ്ജനം എന്നത് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ്. വർദ്ധിച്ചു വരുന്ന മാലിന്യത്താൽ ശ്വാസം മുട്ടി ഒഴുകുകയാണ് ചിലവന്നൂർ കായൽ. പായലിനും എക്കലിനും പുറമെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞ കായലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്തു. കായലിനെ സംരക്ഷിക്കാത്ത അധികാരികളുടെ നടപടിക്ക് എതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുമുണ്ട്. ചിലവന്നൂർ കായൽ ചെട്ടിച്ചിറ ഭാഗത്തെത്തുമ്പോൾ നിറം മാറും. കക്കൂസ് മാലിന്യവും പായലും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ കായൽ ചെളി നിറഞ്ഞതായി. എക്കലാണ് ചിലവന്നൂർ കായൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കായലിന്റെ എല്ലാ ഭാഗത്തും ഡ്രഡ്ജിംഗ് നടത്തി എക്കൽ നീക്കം ചെയ്താലേ നീരൊഴുക്ക് ശക്തമായി കായലിനെ വീണ്ടെടുക്കാൻ പറ്റൂ. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ട അധികാരികളായിക്കോട്ടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ കാനയിലൊക്കെ വെള്ളം കറുത്തിരുണ്ട്. ഒന്ന് കണ്ടാൽ കൂടി പേടിയാവുന്ന വിധത്തിൽ കിടക്കുന്ന വെള്ളമാണ്. പല ഘട്ടങ്ങളിലാക്കി ഇതിന്റെ നവീകരണ പ്രവർത്തനമൊക്കെ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കണ്ടത്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ സമയത്ത് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ഇത് കൊച്ചിയിലെ കനാലുകൾ വൃത്തിയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതും ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഇപ്പൊ ഏറ്റവും നല്ല വെള്ളം തോടിലുണ്ടാവുന്ന ഈ പുഴയിലുണ്ടാകേണ്ട അവസ്ഥയാണ്. അവിടെയാണ് ഇത്രയും കറുത്ത വെള്ളം കിടക്കുന്നത്. 3-4 കാര്യങ്ങൾ അതിൻ്റെ അകത്ത്. ഒന്ന്, ചെളി അടിഞ്ഞു കിടക്കുക. ചെളി ഡഡ്ജ് നീക്കാണ്ട് ഇതിലത്തെ ചെളി നീങ്ങാണ്ട് ഇതിന്റെ കളർ മാറില്ല. മാത്രമല്ല മറ്റ് പല കാര്യങ്ങളായിട്ട് അഴുക്ക് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഒന്ന്, റെയിൽവേയുടെ അവിടെ മാർഷലിംഗ് യാർഡുണ്ട്. അതിൽ നിന്നുള്ള കരിയോല് കാര്യങ്ങൾ വരുന്നു. ഫ്ളാറ്റുകളിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നു. കലൂര് മുതലുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകുക. ഓരോ വർഷവും ഇനി വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കും. തീർച്ചയായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാരും കൊച്ചിൻ കോർപ്പറേഷനും മുന്നോട്ട് പോയാൽ നവീകരിക്കപ്പെടും. ഈ തോട് ക്ലീനിങ് ഏറ്റവും പ്രാധാന്യത്തോടെ ഉദ്യോഗസ്ഥര് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ തോടുകളിലെയും വെള്ളം സ്ഥിരമായിട്ട് ഒഴുക്കാനായിട്ട് പമ്പിംഗ് നടത്തി ചെയ്യാൻ പറ്റും. റെയിൽവേ യാർഡിന് മുന്നിലൂടെ വരുന്ന തോട്ടിലെ വെള്ളത്തിൽ നിറയെ എണ്ണ കലർന്നിട്ടുണ്ടാകും. കോർപ്പറേഷനോട് പലതവണ പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. റെയിൽവേയുടെയും കോർപ്പറേഷന്റെയും പരസ്പരമുള്ള പഴിചാരലുകൾ തുടരുകയാണ്. പ്രകടമായി മാലിന്യ നിക്ഷേപം നടത്തുമ്പോഴും അത് തടയാൻ ഫലപ്രദമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല. കായലിനെ വീണ്ടെടുത്ത മത്സ്യസമ്പത്ത് തിരികെ എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. ഇടവേള. ദേശീയ വാർത്തകളിൽ നമ്മൾ പശ്ചിമ ബംഗാളിലെ യുവ ഡോക്ടറുടെ മരണം പ്രധാനപ്പെട്ട ഒന്നായി ഇന്നും ചർച്ച ചെയ്യപ്പെടുമ്പോൾ മറ്റൊന്ന് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു ജമ്മു കാശ്മീരും ഹരിയാനയും. കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ 18 മുതൽ 3 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഹരിയാനയിൽ ഒക്ടോബർ 1 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്
ശേഷം കേന്ദ്രഭരണ പ്രദേശം ആക്കി അതിനുശേഷം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന് ഐഷത്തുൽ ഷംനയാണ്. ഷംന, ഹരിയാന, കശ്മീർ, ഈ രണ്ട് സംസ്ഥാനങ്ങളെ കശ്മീർ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വലിയ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കം എന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നു, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് നീക്കമെന്ന വിമർശനവുമായി PDP രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഏറെ ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് തീർച്ചയായും ജമ്മു കാശ്മീരിൻ്റേത്. 2014 മുമ്പ് ജമ്മു കാശ്മീർ ഇലക്ഷൻ നടക്കുന്നതിന് ശേഷം 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന പദവി, പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. സെപ്റ്റംബർ 30 മുൻപായി നിർബന്ധമായും ഈ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ കർശന തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷൻ ഉടൻ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം വന്നത്. 90 അംഗസഭയിലേക്കാണ് ഈ 3 ഘട്ടമായി ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നത്. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 എന്നിങ്ങനെയുള്ള തീയതികളിലായിരിക്കും 3 ഘട്ടങ്ങളിലായി ജമ്മു കാശ്മീരിൽ ഈ ഇലക്ഷൻ നടക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, 2014 ശേഷം 10 വർഷത്തിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിൻ്റെ തെരഞ്ഞെടുപ്പ് ഇത്രയധികം ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്നതും. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി ജമ്മു കാശ്മീർ മേഖലയിൽ ഭീകരാക്രമണം കൂടി വരികയാണ്, ഏറ്റുമുട്ടൽ കൂടി വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഒരു ജവാൻ ഉൾപ്പെടെ വീരമൃത്യു മരിച്ച സംഭവമുണ്ടായി. അപ്പോൾ ഏറ്റുമുട്ടൽ കുറേ കാലങ്ങളായി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ തുടരുകയാണ്. അന്ന് പ്രത്യേക പദവി എടുത്തു കളയുന്ന സമയത്തടക്കം അധികാരത്തിലുള്ളവർ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ അടക്കം കുറവുണ്ടാവുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് നേരെ വിപരീതമായ ഒരു സാഹചര്യമാണ് പിന്നീട് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം 6 ഭീകരരും ഒരു ജവാനും ഉൾപ്പെടെ വീരമൃത്യു മരിച്ചു. അതിനു മുമ്പ് മറ്റൊരു 2 ജവാന്മാർ വീരമൃത്യു മരിച്ചു. ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലുകൾ സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹരിയാനയിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. 2019 ഹരിയാനയിൽ 40 സീറ്റ് BJPയും 10 സീറ്റ് JJPയും അങ്ങനെയായിരുന്നു അധികാരത്തിൽ വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഈ അടുത്ത കാലത്തായി JJP അധികാരത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി. പക്ഷേ ഈ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, ഈ PDP BJP സർക്കാർ 2014 ഇലക്ഷൻ നടന്ന് 2018 തന്നെ നിലം പതിക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് ഈ സഭ പിരിച്ചുവിടുന്നതും പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാവുന്ന ഈ ഒരു ഇലക്ഷൻ സംബന്ധിച്ച കാര്യം കൂടുതൽ ആകാംക്ഷയോടെയാണ് തിരിച്ചറിയുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഈ ഒരു ഇലക്ഷൻ തീയതി സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് ഈ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കൂടുതൽ സമയം അവിടെയുള്ള അവർക്ക് കൊടുക്കുകയാണ് എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ ഇലക്ഷന്റെ തീയതികളും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെ വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ എപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു, അത് രാഹുൽ ഗാന്ധിയാണ് വിജയിച്ചത് എങ്കിൽ കോൺഗ്രസ് ഇപ്പോഴിതാ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് എതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. KPCC പ്രസിഡന്റ് K. സുധാകരന്റെ നേതൃത്വത്തിൽ ഖനന ഭൂമിയിൽ സമരം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം നടന്നു. പരിപാടിയിൽ രൂക്ഷ വിമർശനമാണ് സുധാകരൻ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയത്. ദുരന്ത നിവാരണത്തിന്റെ മറവിൽ വർഷങ്ങളായി സർക്കാർ കരിമണൽ ഖനനം നടത്തുന്ന തോട്ടപ്പള്ളിയിൽ മണ്ണെടുപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. വരുന്ന 30-ന് മുൻപ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മണൽ ലോറികൾ തടയാനാണ് നിർദ്ദേശം. ഖനനവിരുദ്ധ സമിതിയോടൊപ്പം ചേർന്നാണ് സമരപരിപാടികൾക്ക് പദ്ധതിയിടുന്നത്. സ്ഥലം MP കൂടിയായ KC വേണുഗോപാലാകും പ്രതിഷേധ പരിപാടികൾ നയിക്കുക. തുടക്കമെന്നോണം KPCC പ്രസിഡന്റ് K. സുധാകരൻ തോട്ടപ്പള്ളി സന്ദർശിച്ചു. ഈ സമരത്തിന്റെ അകത്ത് കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസ്, കേരളത്തിലെ മൊത്തം കോൺഗ്രസ് ഈ വിഷയത്തിന്റെ അകത്ത് അന്തിമം വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. പരമാവധി സംഘടിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പിന്തുണയും പിൻബലവും, എല്ലാ ജാതിമത പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയും പിൻബലവും ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങൾ ഉണ്ടാക്കും. ജനസമുദ്രം ഉണ്ടാക്കി ഇവിടെ ഞങ്ങൾ അതിന്റെ പ്രതിരോധം നമ്മൾ സംഘടിപ്പിക്കും. ഒരു പോലീസിനും
ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാത്ത വിധം ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളുണ്ട്. 2018 പ്രളയശേഷം കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനെന്ന പേരിലാണ് തോട്ടപ്പള്ളി പുഴിമുഖം ആഴത്തിൽ തുറന്ന മണൽ നീക്കം സർക്കാർ ആരംഭിച്ചത്. ദുരന്ത നിവാരണത്തിന്റെ മറവിൽ KMRL വേണ്ടി കോടികൾ വിലമതിക്കുന്ന കരിമണൽ കടത്താണ് ലക്ഷ്യമെന്ന് ആരോപണമുണ്ട്. അതിനിടയിലാണ് വീണ വിജയന്റെ കമ്പനിയും കരിമണൽ കർത്തയുമായുള്ള പണമിടപാടുകളടക്കം പുറത്തു വന്നത്. ഇതോടെ തോട്ടപ്പള്ളി ശക്തമായ രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഖനനം മൂലം ഗുരുതര തീരശോഷമാണ് ആലപ്പുഴയുടെ തീരങ്ങളിൽ ഉണ്ടാകുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കടലാക്രമണ ഭീഷണി രൂക്ഷമായ മേഖലയിൽ ജനകീയ വികാരം കൂടി കൂട്ടുപിടിച്ചാണ് കോൺഗ്രസിന്റെ പുത്തൻ നീക്കം. ന്യൂസ് 18 ആലപ്പുഴ. അന്താരാഷ്ട്ര വാർത്തയിൽ ഇന്നും തുടർച്ചയായി പറയാനുള്ളത് പകർച്ചവ്യാധിയായ എംപോക്സ് രോഗം പാകിസ്ഥാനിൽ സ്ഥിരീകരിക്കുന്നതോടുകൂടി ഇന്ത്യയിലും ജാഗ്രതയാണ് എന്നുള്ളതാണ്. ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയിലും സമീപ രാജ്യങ്ങളിലുമൊക്കെ രോഗം പടർന്നു പിടിക്കുമ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത് കൃഷ്ണേന്ദു നായരാണ്. കൃഷ്ണേന്ദു, കനത്ത ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അഭിലാഷെ, പാകിസ്ഥാനിൽ അതായത് സ്വീഡന് ശേഷം പാകിസ്ഥാനിൽ ഇന്നലെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ കേസ് കൂടിയാണിത്. ഇതേ തുടർന്ന് ഇന്ത്യയിലും കനത്ത ജാഗ്രതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുവരെ 520ഓളം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുള്ളത്. മാത്രമല്ല കോങ്കോ, അതായത് ആഫ്രിക്കൻ കൺട്രിയായ കോങ്കോയിലും മറ്റ് അനുബന്ധ രാഷ്ട്രങ്ങളിലുമാണ്, ആഫ്രിക്കൻ കൺട്രികളിലുമാണ് ഈ ഒരു എംപോക്സിന്റെ വ്യാപനം കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏഷ്യയിലും എത്തിയിട്ടുണ്ട്. ശരിക്കും ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. കോവിഡിന് ശേഷം ഒരു മഹാമാരി തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് ഒരു മഹാമാരി തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 520-520 മരണസംഖ്യയും വളരെ വലുതാണ്. ഇപ്പോൾ ആക്റ്റീവായി 16,000-ഓളം കേസുകൾ ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൃഷ്ണേന്ദു നായർ നൽകിയത്. തീർച്ചയായും ഇങ്ങനെ ആശങ്കയുണ്ടാകുമ്പോഴെല്ലാം നമ്മൾ ഓടിച്ചെല്ലുന്നത് ആശുപത്രിയിലേക്കാണ്. ആശുപത്രിയുടെ ഒരു പരിസരം നമുക്ക് പറയേണ്ടതില്ല. അതും എപ്പോഴും വേദനകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം ആയിരിക്കും. വിവിധ രോഗികൾ, അപകടങ്ങൾ സംഭവിച്ചാൽ അങ്ങനെയൊക്കെയാണ് കാഴ്ചയെങ്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൂട്ടായി ഇനി പുസ്തകങ്ങളും എത്തുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്തുന്നവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പബ്ലിക് ലൈബ്രറിയുടെ ആശയമാണ് ബുക്ക് സ്റ്റാൻഡ് എന്ന പുസ്തക ശേഖരണത്തിലേക്ക് എത്തിയത്. ഇത്തരം നല്ല കാഴ്ചകളോട് കൂടിയാണ് വാർത്താരംഭം അവസാനിപ്പിക്കുന്നത്. ഇനിയുള്ള ഒരു വർഷം സമ്പൽ സമൃദ്ധിയുടേത് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി വായനയുടെ വാതായനങ്ങൾ തുറക്കുകയാണ് എറണാകുളം പബ്ലിക് ലൈബ്രറിയും ജനറൽ ആശുപത്രിയും. ചികിത്സാ ദിനങ്ങൾ രോഗികൾക്ക് മാത്രമല്ല കൂട്ടിരിപ്പുകാർക്കും വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇത് പരമാവധി ഒഴിവാക്കാൻ ഒരു പരിധിവരെ വായനയ്ക്ക് സാധിക്കുമെന്ന പബ്ലിക് ലൈബ്രറിയുടെ ആശയമാണ് ബുക്ക് സ്റ്റാൻഡർ എന്ന് സൂപ്രണ്ട് പറഞ്ഞു. ആശുപത്രി ജീവനക്കാർക്കും പുസ്തകങ്ങൾ എടുക്കാം. ജനറൽ ആശുപത്രിയിലെ ട്രോമ കെയർ ബ്ലോക്കിലാണ് 350ഓളം പുസ്തകങ്ങളുടെ ശേഖരം പ്രവർത്തിക്കുന്നത്. ലളിതമായ വായനയ്ക്ക് സഹായകമാകുന്ന ചെറിയ പുസ്തകങ്ങളാണ് അധികവും. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ക്യാൻസർ ബ്ലോക്ക് എന്നിവിടങ്ങളിൽ കൂടി ബുക്ക് സ്റ്റാൻഡറുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി.